കണ്ണൂർ ആറളത്ത് വീണ്ടും കാട്ടാനാക്രമണം. 13-ാം ബ്ലോക്കിലെ ഗോപാലന്റെ ഷെഡ് കാട്ടാന തകർത്തു. ഇന്ന് പുലർച്ചെയാണ് അതിക്രമം. വീടിനോട് ചേർന്ന ഷെഡാണ് കാട്ടാന തകർത്തത്. കഴിഞ്ഞ ദിവസം 11-ാം ബ്ലോക്കിലെ വീടിന് നേരെയും കാട്ടാനാക്രമണം ഉണ്ടായിരുന്നു. പ്രദേശത്ത് ഭീതി പടർത്തുന്ന മോഴാനെ മയക്കുവെടി വെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇരുട്ടുമായി പോയി. ഇത് ലൈറ്റിട്ട് കഴിഞ്ഞാലേ ഇത് മൊത്തം കളയും. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. പെട്ടെന്നായി പോയി. ആദ്യം കാണുമായിരുന്നെങ്കിൽ ഇങ്ങ് കയറാൻ വിടൂലായിരുന്നു. പക്ഷെ ഇത് വന്ന് ഇവിടുന്ന് കൊന്നേൻ്റെ കമ്പ് പെട്ടെന്ന് ഒച്ച കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. അന്നേരത്തേന് വരുമ്പോഴത്തേനും ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, ആറളത്തെ ഈ വന്യജീവി ആക്രമണ ഭീതി ഒരു കാലത്തും അതിനൊരു അവസാനമില്ല. ഇന്നും ഇതാ കാട്ടാനയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയാണ്. വിനീത, തീർച്ചയായിട്ടും തുടർച്ചയായ രീതിയിൽ കാട്ടാന ആക്രമണങ്ങളും വന്യജീവി പ്രശ്നങ്ങളും ഒക്കെ അലട്ടിയിരുന്ന ഒരു പ്രദേശം തന്നെയാണ് ആറളം ഫാം പ്രദേശമെല്ലാം തന്നെ. ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും വലിയ രീതിയിൽ വന്യമൃഗങ്ങൾ ഈ ആറളം ഫാമിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തുടർച്ചയായ രീതിയിൽ വാർത്തകളാവുന്നതാണ്. അതിനൊരു പരിഹാരവും ഇതുവരെ ശാശ്വതമായി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി അതിനകത്ത് കാണുന്നത്. എന്തായാലും ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 4 മണിയോട് കൂടിയാണ് ഈ ഗോപാലൻ 13-ാം ബ്ലോക്കിലെ ഗോപാലൻ്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിന് പരിസരത്തേക്ക് ഈ കാട്ടാന എത്തുന്നത്. ആ സമയത്ത് ഗോപാലൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വീടിന് തൊട്ടരികിലെത്തിയ ഘട്ടത്തിലാണ് ഈ ഗോപാലൻ ഈ കാട്ടാന ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഈ കാട്ടാനയെ ഓടിക്കാനോ ഒന്നും തന്നെ ഗോപാലൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ നിന്ന് ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ഓടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് വലിയൊരു അപകടത്തിലേക്ക് വഴിവെക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം വീട്ടിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതി വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആ വീട്ടിന് ചേർന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡ് അത് പൂർണ്ണമായും തന്നെ തകർക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്നാണ് 11-ാം ബ്ലോക്കിലും സമാനമായ രീതിയിൽ തന്നെ ഒരു വീട് അപ്പാടെ തന്നെ തകർത്ത് കളയുന്ന, അതിൻ്റെ വീടിൻ്റെ വാതിലും അതിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗവും ഒക്കെ തകർത്ത് കളയുന്ന ഒരു സംഭവം ആറളത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ തുടർച്ചയായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മോഴയാന ആണ്. അതുകൊണ്ട് തന്നെ ആ ആനയെ ഉടൻ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ നാട്ടുകാർ മുന്നോട്ട് വെക്കുകയാണ്. വിനീത, ശരി, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.